റാമോജി ഫിലിം സിറ്റിയുടെ ഏതാ എവിടെയത്? ആ അതെ ഗൈസ്, റാമോജി ഫിലിം സിറ്റിയുടെ വേറൊരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് ആളുകളെ കൊണ്ടുവരുന്ന ബസ്സാണ് ഇത്. അതിനുശേഷം വിന്നേജ് ബസ്സിലേക്ക് കയറ്റുമെന്ന് അറിയില്ല. ഒരു സൈഡിൽ ഓപ്പണിംഗ് സെറിമണി നടന്നുകൊണ്ടിരിക്കുക, വെൽക്കം സ്പീച്ച് ഒക്കെ. ഞങ്ങൾ ഏതായാലും ഓപ്പണിംഗ് സെറിമണിയുടെ അവിടെ സ്കിപ്പ് ചെയ്ത് നമ്മൾ ഈ ഏരിയ കാണാൻ വന്നേക്കാണ്. വളരെ മനോഹരമായിട്ടാണ്. ഓ ഇതിന്റെ നാക്കാണ് ഈ കാണിച്ചിരിക്കുന്നത്. രൂപത്തിന്റെ ഉള്ളിലൂടെ കടന്ന് ഒരു കയറിയൊക്കെയാണ്. അവിടെ ആദ്യം എടുത്തോണ്ടിരിക്കണേ അല്ലേ? ഫണ്ടുസ്ഥാൻ എന്ത് സാധനമാണോ? ഈ സ്റ്റാർട്ടിംഗ് ഏരിയയിൽ നമുക്ക് അരമണിക്കൂറേ അലൗഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ബസ് നമ്മൾ വേറെ സ്ഥലത്ത് കൊണ്ടുപോകും. അപ്പൊ അത് ഇടയ്ക്ക് നോക്കണം ബസ് വന്നിട്ടുണ്ടോ. ഇതാണ് യു ആർ അറ്റ് ഫണ്ടുസ്ഥാൻ സ്നേക്സ് ആൻഡ് ലാഡേഴ്സ്. കണ്ടോ? ദഡാജിൻസ് ബോട്ട്, ദഡാജിൻസ് ലൈവ് ഷോ, അഡ്വഞ്ചർ ലാൻഡ്, ബൊറാസുറ ടോയ്ലാൻഡ്, റെയിൻ ഡാൻസ്. കണ്ടോ? വളരെ മനോഹരമായി അല്ലേ? എന്ത് ഭംഗിയല്ലേ? ശരിക്കും നന്നായിട്ട് കാശ് മുടക്കുന്നുണ്ട്. അതിലും സിനിമകൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതല്ലേ. അപ്പം ഇത് സിനിമ ഷൂട്ടിങ്ങിന് മാത്രമല്ല, അപ്പോൾ ഇതുപോലെയൊക്കെ ഫിലിം സിറ്റി കാണാൻ വരുന്നവർക്കൊരു ഫിലിം ഷൂട്ടിങ്ങിന് മാത്രമല്ല, അപ്പോൾ ഫിലിം ഷൂട്ടിങ് ഒരു ഏരിയയിൽ നടക്കുമ്പോൾ തന്നെ വേറൊരു ഏരിയയിൽ നമുക്ക് ഫിലിം സിറ്റി കണ്ടുകൊണ്ട് നടക്കാനായിട്ടുള്ള ഒരു ഭംഗിയുള്ള ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏതായാലും നമുക്കിനി ബസ്സിൻ്റെ ഏരിയയിലേക്കാണ് പോകാം. കാരണം ബസ് പുറപ്പെട്ടു കഴിഞ്ഞാൽ വിൻറ്റേജ് ബസ്സിൽ കയറാൻ പറ്റുമെന്ന് നോക്കണം. ഗൈസ്, ഇത് കണ്ടോ? ഇത് പ്രായമുള്ള ആളുകൾക്കൊക്കെ കയറാൻ പറ്റിയ റൈഡാണിത്. ഏതായാലും നമ്മൾ ഫിലിം സിറ്റിയിലേക്ക് ടൂർ വന്നു കഴിഞ്ഞാൽ വെറുതെ ആവില്ല എന്തായാലും. ഇപ്പോൾ നമുക്ക് വേറെ ആദ്യം എന്തൊക്കെ കാണാനുള്ളത് നമുക്കറിയില്ല. ഏതായാലും ഇത്രയുള്ള ഇത് വെച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് വളരെ ഇഷ്ടപ്പെടും. കണ്ടോ? കണ്ടോ? ഇതൊക്കെ പല അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലും ഉള്ള സംഗതി തന്നെയാണ്. എന്നാലും ഇത് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഫിലിം ഷൂട്ടിങ് നടക്കുന്ന ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ വരുമ്പോൾ ഇത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ്. പലരുടെയും ജീവൻ തന്നെ ഉണ്ടോയെന്ന് അറിയില്ല. അത്രയ്ക്ക് പേടിയുള്ളവരും കാണും. അതിനകത്ത് കയറി കുടുങ്ങിപ്പോയവരൊക്കെ കാണും. ഇതെന്ത് കൗണ്ടറാ? ടാറ്റുവാ? ഇത് കണ്ടോ? ഇത് എന്ത് ഭംഗിയാണെന്ന് അറിയുമ്പോൾ അഡൽറ്റ് വെയിറ്റ് ലിമിറ്റ് 75 കിലോഗ്രാം. ഈ 75 കിലോ താഴെയുള്ള നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെ കയറാം. അല്ലാത്തവർക്ക് 75 കിലോ കൂടിയുള്ള ആളുകൾക്ക് വേറെ റൈഡുകളൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോവാം അല്ലേ? പിള്ളേർക്ക് പ്രിഫറൻസ്. ആദ്യം വരുമ്പോൾ തന്നെ കിഡ്സിനുള്ള കുറേ സ്ഥലങ്ങൾ ഇതൊക്കെയാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ അടുത്തതിലേക്ക് പോകുന്നത്. അതെ, ഇത് കണ്ടോ? നമ്മളെപ്പോലുള്ള ആളുകൾ താങ്ങോ? കണ്ടോ? കിഡ്സിന് മാത്രമല്ല വലിയ ആളുകൾക്കും കയറാവുന്ന റൈഡുകളൊക്കെ ഉണ്ട്. റാമോജി ഫിലിം സിറ്റിയിൽ വെൽക്കം സെറിമണി നടക്കുമ്പോൾ പുറത്ത് കണ്ടുമുട്ടിയ ഒരു രൂപമാണ്. നല്ല ഭംഗിയുണ്ട്. ഇവിടെ അങ്ങനെ വളരെ ഭംഗിയായിട്ടാണ് ഈ ഭാഗമൊക്കെ മൊത്തത്തിൽ അലങ്കരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോട് ഞങ്ങൾ പേര് ചോദിച്ചു. പേര് പറഞ്ഞാൽ അത്ര ക്ലിയർ ആയില്ല. ഇതിനുശേഷം നമുക്ക് വെൽക്കം സെറിമണിയിലേക്ക് പോകണം. നമ്മുടെ കൂടെ ഫോട്ടോ എടുത്തതിന് ശേഷം അദ്ദേഹം ടാറ്റയൊക്കെ തന്ന് പിരിഞ്ഞു. നമ്മളിനി വെൽക്കം സെറിമണിയിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ വെൽക്കം സെറിമണി കഴിഞ്ഞ് നമ്മൾ കയറി ചെല്ലുന്ന ഒരു പോർഷനാണത്. അതെയോ? ഓ അതാണോ?